ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പിള്ളേർക്ക്, ഈ പറയുന്ന നായർക്കും നമ്പൂരിക്കും, ഞാൻ പിന്നോക്ക സമുദായ വികസന വകുപ്പിൻ്റെ ഡയറക്ടറായപ്പം പിള്ളേർക്ക് 700 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കും. എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല, ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നവർക്ക് കൊടുക്കത്തില്ല. വളരെ ആകെ അപേക്ഷയിൽ 10% പോലും കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ വരുമാന പരിധി 44,500 രൂപയായിരുന്നു. പക്ഷേ ഞാൻ വകുപ്പുണ്ടാക്കി, അല്ലെങ്കിൽ ഗവൺമെൻറ് വകുപ്പുണ്ടാക്കി ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്ന് കണ്ട ഉടനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാ, അവന് കൊടുത്താൽ എനിക്കും തരണം, എനിക്ക് തന്നില്ലേ അവനും കൊടുക്കണ്ട. ഇതാണുള്ള ചിന്ത. പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഉണ്ടാക്കിയ പുറകെ മുന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉണ്ടാക്കി. അതിൻ്റെ ചെയർമാന് ക്യാബിനറ്റ് പദവി കൊടുത്തു. പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ മോഹൻ ശങ്കർ പഴയ മുഖ്യമന്ത്രിയുടെ മകനാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥ കസേര. പട്ടിക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ മുൻ MP കൂടിയായിരുന്ന ശിവരാമനായിട്ടും കസേര, ഉദ്യോഗസ്ഥ കസേര. പക്ഷേ R ബാലകൃഷ്ണപിള്ളയ്ക്ക് ക്യാബിനറ്റ് പദവി കൊടുത്തു. കാരണം അവർക്കാണല്ലോ കൊടുക്കണ്ടേ. അതേപോലെ പിന്നോക്ക ജാതിപ്പെട്ടവന് 750 രൂപ കിട്ടിയപ്പോൾ മുന്നോക്ക ജാതിപ്പെട്ടവന് 2000 രൂപ. നിങ്ങൾ ഈ പള്ളിക്കൂടത്തിൽ നാളെ ചോദിക്കണം, ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുന്നോക്ക ജാതിപ്പെട്ട നായർക്കും സുറിയാനി ക്രിസ്ത്യാനിക്കും നമ്പൂരിയുടെ മക്കൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവന് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് കിട്ടുന്നത് 2000 രൂപ. ആ 2000 രൂപ കിട്ടുവാനുള്ള അവൻ്റെ വരുമാന പരിധിയുടെ അർഹതാ മാനദണ്ഡം 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപയിൽ വരുമാനം അധികരിക്കാത്തവന് 2000 രൂപ കിട്ടുമ്പം പാവപ്പെട്ട പിന്നോക്ക ജാതിപ്പെട്ട ഈഴവനോ വിശ്വകർമ്മേനോ വിളക്കിത്തല നായർക്കോ കിട്ടുന്നത് 1000 രൂപ. 10ാം ക്ലാസ്സിൽ 8ലാണ് 6ലാണ് 750 രൂപ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് 1000 രൂപ. അതിൻ്റെ വരുമാന പരിധി 44,500 രൂപ. അത് വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട്. പക്ഷേ ഇവിടെ കിട്ടുന്നില്ല. ഈ മുന്നോക്ക ജാതിക്കാർ വാങ്ങുന്നതാണ്. നമ്പർ 2, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ പരമദയനീയമാണ്. ഇന്ത്യയിലെ, കേരളത്തിൽ വ്യത്യസ്തമാണ്, വളരെ മെച്ചമുണ്ട്. വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും മുസ്ലിം രാജഭരണം തന്നെ ഉണ്ടായിരുന്നു. രാജാക്കന്മാരായി ഭരിച്ച മുസ്ലിങ്ങളുമുണ്ട്. അങ്ങനെ രാജഭരണം നേരിട്ടുള്ള അധികാരമുണ്ടായിരുന്ന മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പിന്നോക്ക സമുദായങ്ങൾ, മുസ്ലിമിൽ കച്ചിമേമനടക്കം 2-3 വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പിന്നോക്ക സമുദായ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിശോധിക്കാൻ ഒരു സച്ചാർ കമ്മീഷൻ നിയമിച്ചു. ഒരുപാട് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു, പല ശുപാർശകളും നടത്തി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലോളി മുഹമ്മദ് കുട്ടിയെ ഏൽപ്പിച്ചപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ന്യൂനപക്ഷങ്ങൾക്കെല്ലാം കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനിയും ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയും അടക്കമുള്ള മുഴുവൻ പേർക്കും ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. നിങ്ങൾ അന്വേഷിക്കണം. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അവകാശം പരാധീനത പരിഹരിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്നപ്പം അപ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. പഴയൊരു ചൊല്ലുണ്ട്, അനിയത്തെ കാണിച്ച് ചേട്ടത്തെ കെട്ടിക്കുക, അല്ലെ വേറെ എന്തെങ്കിലും കാണിക്കുക എന്നുള്ളത്. നമ്മെ എഴുതി കാണിച്ചുകൊണ്ട് അവകാശങ്ങളും സൗകര്യങ്ങളും അവസരങ്ങളും നമ്മെ എഴുതി കാണിച്ചുകൊണ്ട് അത് മുഴുവൻ മറ്റുള്ളവർ അടിച്ചു മാറ്റുന്നു. നമ്മൾ വായിച്ചു കൊണ്ടിരിക്കും, കടലാസിലുണ്ട്, നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല, ഭൗതികമായി ലഭിക്കുന്നില്ല, വാഗ്ദാനങ്ങളിൽ മാത്രം ഒഴുകുകയാണ്. ഇങ്ങനെ പിന്നോക്ക സമുദായങ്ങളെ കബളിപ്പിക്കുകയും കൗശലപൂർവ്വം വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏത് പോരാളിയോടും ഏത് പ്രമാണിയോടും കൈ ചൂണ്ടി നിന്നുകൊണ്ട് തലമുടി വെട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ തല മുണ്ടനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയുവാൻ ശേഷി ഉണ്ടായിരുന്ന പിന്നോക്ക സമുദായങ്ങൾ, എന്റെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പള്ളിക്കൂടത്തിൽ കടത്തിയില്ലെങ്കിൽ നിന്റെയൊക്കെ അന്നം മുട്ടിക്കുന്ന പാടത്തു ഞാൻ ഇറങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കരുത്തുണ്ടായ മഹാനായ അയ്യങ്കാളിയുടെ നാട്ടിൽ ഇതെല്ലാം നാം നേടിയെടുത്തു. സഞ്ചാര സ്വാതന്ത്ര്യം, വഴി നടക്കാൻ സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശനം, തൊഴിലാളി സമരങ്ങൾ, കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നടത്തിയിട്ടുള്ളതടക്കം സമസ്തതും നാം നേടിയെടുത്തു. നിർഭാഗ്യവശാൽ ജനാധിപത്യ ഭരണ സംവിധാനം വന്ന ശേഷം അധികാരം കൈയാളിയ ഈ സവർണ മേധാവികളുണ്ടല്ലോ, ഈ പാർട്ടി ഭരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, തമ്പുരാക്കന്മാരുണ്ടല്ലോ, അവർ നമ്മളെ കൗശലപൂർവ്വം തരാതെ കബളിപ്പിച്ച് ചതിച്ച് ഒരു കൊടിയ ചതിയുടെയും വഞ്ചനയുടെയും ഇടയിലൂടെ നാം കടന്നു പോവുകയാണ്. നിർഭാഗ്യവശാൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സംസാരിക്കാനാവാതെ അവൻ്റെ നാവടക്കുകയും തൻ്റെ സമുദായ സംഘടനയിൽ കൂടുതൽ വർത്തമാനം പറയാതിരിക്കാൻ വേണ്ടി സമുദായ സംഘടനാ നേതാക്കന്മാരെ ചിലപ്പോൾ പ്രീണിപ്പിച്ച് അധികാര രാഷ്ട്രീയത്തിനൊപ്പം നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ കൗശലപൂർവ്വം സൃഷ്ടിക്കുന്ന സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പിന്നോക്ക സമുദായം